ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മളിപ്പോൾ ബിസിനസ് റിസർച്ച് മെത്തേഡിൻ്റെ ഏകദേശം 4 ചാപ്റ്റർ നമ്മൾ കണ്ടു കഴിഞ്ഞു. സോ അതിൽ നമ്മൾ ബിസിനസ് റിസർച്ച് എന്താണെന്നും അതുപോലെ തന്നെ ഡിസൈൻ എന്താണ്, പല രീതിയിലുള്ള ടൈപ്പുകൾ റിസർച്ചിൻ്റെ, പിന്നെ അതുപോലെ തന്നെ മെഷർമെൻറ്റ്, സ്കെയിലിങ്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സുകൾ, അതെല്ലാമാണ് നമ്മൾ കണ്ടത്. സോ നെക്സ്റ്റ് നമ്മൾ മെഷർമെൻറ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ നെക്സ്റ്റ് ചാപ്റ്റർ ഡാറ്റ കളക്ഷൻ. വാട്ട് യു മീൻ ബൈ ഡാറ്റ, അല്ലെങ്കിൽ എന്താണ് ഡാറ്റ, അതെങ്ങനെ കളക്ട് ചെയ്യുന്നു, അതിൻ്റെ മെത്തേഡുകൾ, അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, സോ എന്താണ് ഡാറ്റ? ഡാറ്റ മീൻസ് ഫാക്ട്സ്, ഫിഗേഴ്സ് ആൻഡ് അതർ റെലവൻറ്റ് മെറ്റീരിയൽസ് പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് സെർവിങ് ആസ് ബേസിസ് ഫോർ സ്റ്റഡി ആൻഡ് അനാലിസിസ്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഡാറ്റ എന്ന് പറയുന്നത്. ഫാക്ട്സ് ആയിരിക്കാം, ഫിഗേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ പല രീതിയിലുള്ള റെലവൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിരിക്കാം. അത് ചിലപ്പോൾ പാസ്റ്റായിട്ടും പ്രസൻ്റായിട്ടും പല രീതിയിൽ നമ്മളുടെ സ്റ്റഡീനെ സെർവ് ചെയ്യുന്നത് കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അനാലിസിസിന് വേണ്ടി യൂസ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. ഇത്തരത്തിൽ വരുന്ന കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡാറ്റ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഏജ്, റിലീജിയൻ, സെക്സ്, സോഷ്യൽ ക്ലാസ് എക്സെട്ര, അതൊക്കെ നമ്മൾ, അതുപോലെ തന്നെ ഇൻകം ലെവൽ, അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന പല രീതിയിലുള്ള ഡാറ്റകളാണ്. നമ്മളുടെ റിസർച്ചിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പല തരത്തിലുള്ള ഡാറ്റകളാണ് പറഞ്ഞത്. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ പല ഫാക്റ്റുകളാവാം, ഫിഗറുകളാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റീരിയൽസ് ആവാം, പാസ്റ്റ് മെറ്റീരിയൽസ് ആവാം, എല്ലാം നമുക്ക് ഇതിൽ പെടുന്നതാണ്. ഇനി അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് സെർവ്സ് ആസ് എ ബേസിസ് ഓർ റോ മെറ്റീരിയൽ ഫോർ അനാലിസിസ്. ഒരു അനാലിസിസിന് വേണ്ടിയിട്ടുള്ള ഒരു ബേസ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽ എന്ന് വേണമെങ്കിൽ നമുക്ക് എന്തിനെ പറയാം, ഡാറ്റയെ പറയാം. പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും സ്പെഷ്യലായിട്ടുള്ള ഇൻഫറൻഷ്യൽ അനാലിസിസ് നമുക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ H0 ആണോ, H1 ആണോ, ഹൈപ്പോത്തിസിസ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാൻ, അല്ലെങ്കിൽ ഇൻഫറൻഷ്യൽ അനാലിസിസിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു ചാപ്റ്റർ പഠിക്കാറുണ്ട്. ഈ പറഞ്ഞ പോലെ കൈ-സ്ക്വയർ അനോവ, അതിനെക്കുറിച്ചൊക്കെ പഠിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇൻഫറൻഷ്യൽ അനാലിസിസ് നമുക്ക് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡാറ്റ ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നു ദ ക്വാളിറ്റി ഓഫ് ദ ഫൈൻഡിങ്സ് ഓഫ് ദ സ്റ്റഡി. നമ്മൾ നടത്തുന്ന സ്റ്റഡിയുടെ ഫൈൻഡിങ്സിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഒരു ഡാറ്റയിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ ഇറ്റ് ഈസ് മെയിൻലി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ക്വാളിറ്റി ഓഫ് ദ ഫൈൻഡിങ്സ് ഓഫ് ദി സ്റ്റഡി. ഓക്കെ, ദ നെക്സ്റ്റ് ഇറ്റ് ഫോംസ് ദ ബേസിസ് ഫോർ ദ ടെസ്റ്റിംഗ് ഹൈപ്പോത്തിസിസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹൈപ്പോത്തിസിസ് എന്താണ്, അതെങ്ങനെയൊക്കെയാണ് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ബേസാണ് എന്ത്, നമ്മുടെ ഡാറ്റ എന്ന് പറയുന്നത്. സോ ദ ലാസ്റ്റ് വൺ പ്രൊവൈഡ്സ് ദ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് റിക്വയർഡ് ഫോർ ദ കൺസ്ട്രക്ഷൻ. അതായത് എന്തെങ്കിലും രീതിയിലുള്ള കൺസ്ട്രക്ഷൻസ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആണ് എന്ത്, നമ്മുടെ ഡാറ്റ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഡാറ്റേനെ ഫസ്റ്റിൽ പറഞ്ഞത് ഇറ്റ്സ് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ഓർ അതർ റെലവൻറ്റ് മെറ്റീരിയൽസ് പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് സെർവിങ് ആസ് ബേസിസ് ഫോർ സ്റ്റഡി ആൻഡ് അനാലിസിസ്. നമ്മളുടെ പാസ്റ്റ് ആയിട്ടുള്ളതോ പ്രസൻ്റ് ആയിട്ടുള്ളതോ എന്തെങ്കിലും സ്റ്റഡികളെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫാക്ടോ ഫിഗറോ റെലവൻ്റ് ആയിട്ടുള്ള മെറ്റീരിയലിനൊക്കെ നമുക്ക് എന്ത് പറയാം, ഡാറ്റ എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, സോ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ. പല രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. അതിൽ പ്രധാനമായി വരുന്നതാണ് പ്രൈമറി, സെക്കൻഡറി. നമുക്ക് കുറച്ചൊക്കെ അറിയാം പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്. വാട്ട് യു മീൻ ബൈ പ്രൈമറി ഡാറ്റ? ദാറ്റ് ഈസ് പ്രൈമറി ഡാറ്റ ആർ ദോസ് ഡാറ്റ വിച്ച് ആർ കളക്റ്റഡ് അറ്റ് ഫസ്റ്റ് ടൈം. നമ്മൾ ഫസ്റ്റ് ടൈമിൽ കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ് നമുക്ക് എന്ത് പറയാം, പ്രൈമറി ഡാറ്റ എന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് എന്ത് പറഞ്ഞു, ഇറ്റ് ഈസ് ഒറിജിനൽ ഇൻ ക്യാരക്ടർ ആൻഡ് ഡാറ്റ ദീസ് ഡാറ്റ ആർ കളക്റ്റഡ് ബൈ ദ റിസർച്ചർ ഓർ ദ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഓർ ദ എന്യൂമറേറ്റേഴ്സ്. ഒന്നല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്ററോ അല്ലെങ്കിൽ എന്യൂമറേറ്ററോ അല്ലെങ്കിൽ റിസർച്ചറോ ഫസ്റ്റ് ഹാൻഡായിട്ട് കളക്ട് ചെയ്യുന്ന ഡാറ്റേനെയാണ് നമ്മൾ എന്ത് പറയുക, പ്രൈമറി ഡാറ്റ എന്ന് പറയുക. ഓക്കെ, ഇപ്പോൾ സെൻസസ് സർവേ പോപ്പുലേഷൻ, ഓട്ടോമൊബൈൽസ്, ലൈഫ് സ്റ്റോക്ക്, പല കോർട്ട് റെക്കോർഡ്സ്, പേഴ്സണൽ ഡയറീസ്, പേഴ്സണൽ ഡോക്യുമെൻ്ററി, അതൊക്കെ നമ്മൾ എന്തിൽ വരും, ഈ പ്രൈമറി ഡാറ്റേൻ്റെ കാറ്റഗറിയിൽ വരും. സോ ഈ ഡാറ്റ നമ്മൾ റോ മെറ്റീരിയലായിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡിൽ നമുക്ക് ഈ ഡാറ്റാസിനെ വേണമെങ്കിൽ എന്തായിട്ട് കണക്കാക്കാം, പല രീതിയിൽ റോ മെറ്റീരിയൽസായിട്ട് കണക്കാക്കാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള ഡാറ്റകൾ പല രീതിയിലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള നീഡുകൾ അല്ലെങ്കിൽ റിക്വയർമെൻറ്റ്സുകൾ ഒക്കെ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി ഹെൽപ്ഫുള്ളാണ്.
സോ ദ സെക്കൻഡ് വൺ ഈസ് സെക്കൻഡറി ഡാറ്റ. എന്താണ് സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞാൽ? ദ സെക്കൻഡറി ഡാറ്റ ആർ ദോസ് ഡാറ്റ വിച്ച് ഹാവ് ഓൾറെഡി ബീൻ കളക്റ്റഡ്, ടാബുലേറ്റഡ് ആൻഡ് പ്രസൻറ്റഡ് ഇൻ സം ഫോം ഓഫ് ഓർ സം വൺ എൽസ് ഫോർ സം അതർ പർപ്പസ്. അതായത് വേറെ ഏതെങ്കിലും ആളുകൾ അവരുടേതായിട്ടുള്ള ഏതെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർ വേറെ ആർക്കെങ്കിലും വേണ്ടിയിട്ട് ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഡാറ്റേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത് ഓൾറെഡി ബീൻ കളക്റ്റഡ് ആണ്, ടാബുലേറ്റഡ് ആണ്, പ്രസൻറ്റഡ് ഇൻ സം ഫോമിലാണ്. ചില ഫോമുകളിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റാസിന് നമുക്ക് എന്ത് പറയാം? സെക്കൻഡറി ഡാറ്റ എന്ന് പറയാം. അപ്പോൾ പല രീതിയിലുള്ള എക്കണോമിക് സർവേ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ എക്കണോമിക് സർവേ, പല രീതിയിലുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ റിവ്യൂകൾ, സെൻസസുകൾ, അതുപോലെ തന്നെ അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, ഫോറസ്ട്രി, എഡ്യൂക്കേഷൻ, അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പല രീതിയിലുള്ള ഡോക്യുമെൻറ്റ്സുകൾ അല്ലേ, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, പല രീതിയിലുള്ള ഇൻഡിവിജ്വൽ ഡോക്യുമെൻറ്റ്സുകൾ നമ്മൾ ഈ ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് റിസർച്ചർക്ക് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കീപ്പ് ചെയ്യുന്നത്, അതൊക്കെ നമുക്ക് എന്തിൽ പെടുത്താം? സെക്കൻഡറി ഡാറ്റയിൽ പെടുത്താം. ഇനി ഈ സെക്കൻഡറി ഡാറ്റേനെ അവരുടെ സ്വഭാവത്തിനനുസരിച്ച് രണ്ട് രീതിയിലാണ് പറയുന്നത്. ഒന്ന് ഇൻറ്റേർണൽ സെക്കൻഡറി ഡാറ്റയും ഒന്ന് എക്സ്റ്റേണൽ സെക്കൻഡറി ഡാറ്റ. രണ്ട് രീതിയിലുള്ള സോഴ്സുകൾ അല്ലേ, ഇൻറ്റേർണൽ സെക്കൻഡറി ഡാറ്റയും എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഡാറ്റയും. ഇൻറ്റേർണൽ സെക്കൻഡറി എന്ന് പറയുമ്പോൾ ദി ഇൻഫർമേഷൻ ദാറ്റ് ഓൾറെഡി എക്സിസ്റ്റ് വിത്തിൻ ദ കമ്പനി ഓർ യൂണിറ്റ്. നമ്മുടെ കമ്പനിയുടെ അകത്ത് നിന്ന് തന്നെ അല്ലെങ്കിൽ കമ്പനിയുടെ ഉള്ളിൽ തന്നെ നമുക്ക് എന്ത് കിട്ടുക? ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ. സോ ദ ഡാറ്റ ജനറേറ്റഡ് ഫോർ ദ ആക്ടിവിറ്റീസ് വിത്തിൻ എ ഫേമിൻ്റെ അകത്ത് നിന്നുകൊണ്ടുള്ള ആക്ടിവിറ്റീസിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഡാറ്റകൾ. ഇപ്പോൾ സെയിൽസ് റെക്കോർഡ്സ്, ബഡ്ജറ്റ്, അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസുകൾ, പ്രീവിയസ് മാർക്കറ്റ് റിസർച്ച് റെക്കോർഡുകൾ, അതൊക്കെ നമുക്ക് എന്തിൽ പെടും? ഇൻറ്റേർണൽ സോഴ്സസ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ സെക്കൻഡറി ഡാറ്റയിൽ പെടും. സോ ദ സെക്കൻഡ് വൺ, എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് ഡാറ്റ. എന്താണ് എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്? എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് ഡാറ്റ എന്ന് പറയുന്നത് വിച്ച് ഈസ് കളക്റ്റഡ് ബൈ എക്സ്റ്റേണൽ സോഴ്സ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ടു ദ യൂണിറ്റ് അല്ലെങ്കിൽ ഔട്ട്സൈഡ് ദ യൂണിറ്റ്. യൂണിറ്റിന് പുറത്ത് നിന്നുകൊണ്ടുള്ള ഡാറ്റാസ് ബോത്ത് പ്രൈവറ്റും പബ്ലിക്കും ആയിരിക്കാം. ഇത് ബോത്ത് പബ്ലിഷ്ഡും ആയിരിക്കാം, ചിലപ്പോൾ അൺപബ്ലിഷ്ഡ് നേച്ചറിലുള്ളതും ആയിരിക്കും. പല രീതിയിലുള്ള ഗവൺമെൻറ് പബ്ലിക്കേഷൻ, ബിസിനസ് റെഫറൻസ് സോഴ്സുകൾ, കൊമേഴ്സ്യൽ ഏജൻസികൾ, പ്രൈവറ്റ് ഡോക്യുമെൻറ്റ്സുകൾ, പബ്ലിക് ഡോക്യുമെൻറ്റ്സുകൾ, അതായത് ജേണലിൽ മാഗസീനിലൊക്കെ വരുന്ന ഡോക്യുമെൻറ്റുകൾ, അതൊക്കെ നമ്മൾ എന്തിൽ വരാം? എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് ഡാറ്റയിൽ വരാം. ഓക്കെ, അപ്പോൾ സെക്കൻഡറി ഡാറ്റേനെ രണ്ടായി തരം തിരിച്ചിട്ടുള്ളതാണ്, ഇൻറ്റേർണൽ സെക്കൻഡറി ഡാറ്റ എന്നും എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് ഡാറ്റ എന്നും. ഓക്കെ, ഇനി എന്തൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ചോയ്സുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്? ചോയ്സ് ബിറ്റ്വീൻ പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ. അപ്പോൾ നമ്മളൊരു പ്രൊജക്റ്റ് നടത്തിക്കൊണ്ട് പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ പ്രൈമറി വേണോ സെക്കൻഡറി വേണോ എന്നൊക്കെ നമ്മൾ നോക്കേണ്ടി വരും. അപ്പോൾ അത്തരത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ഈ പ്രൈമറി ഡാറ്റേനെയും സെക്കൻഡറി ഡാറ്റേനെയും തീരുമാനിക്കണമെന്ന് അത് ഞാനിവിടെ PPTയിൽ കാണിച്ചിട്ടില്ല. ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് നോക്കാനുള്ള നോട്ട്സ് ഞാൻ അയച്ചിട്ടുണ്ട്. ഒന്ന് അതിൻ്റെ നേച്ചർ ആൻഡ് സ്കോപ്പ്, നമ്മുടെ ഏത് രീതിയിലുള്ള സ്റ്റഡിയാണ് നമ്മൾ നടത്തുന്നത്, അതിൻ്റെ സ്കോപ്പിനനുസരിച്ചും നേച്ചറിനനുസരിച്ചും വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ റിസോഴ്സുകളുടെ ആക്സസിബിലിറ്റി നമുക്ക് നോക്കണം, ടൈം, അവൈലബിലിറ്റി ഓഫ് ടൈം നോക്കണം. അതുപോലെ തന്നെ എത്രത്തോളം ആക്യുറൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആക്യുറസി ആയിട്ടുള്ള ഡാറ്റയാണ് നമുക്ക് അല്ലെങ്കിൽ റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്, അതിനനുസരിച്ച് നമ്മൾ അതിൻ്റെ സ്റ്റഡിക്ക് വ്യത്യാസം വരുത്തും. അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേറ്ററിൻ്റെ റിസർച്ചറിൻ്റെ സ്റ്റാറ്റസ്, അതുപോലെ ട്രേഡ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആണോ, പിന്നെ അതുപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡാറ്റ കമ്പാരിസൺ വേണ്ട സ്ഥലങ്ങളാണോ, അതുപോലെ സെക്കൻഡറി സോഴ്സിന് ഒരു മിസ്റ്റേക്കുകൾ സംഭവിക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ അത് നമ്മളെങ്ങനെ എറർ ഫ്രീ ആക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡാറ്റ പ്രൈമറി വേണോ സെക്കൻഡറി വേണോ എന്നുള്ളത് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ദാറ്റ് ഈസ് സോഴ്സസ് ഓഫ് ഡാറ്റ. നമുക്ക് ഡാറ്റ കിട്ടുന്ന ഡിഫറെൻറ്റ് സോഴ്സുകളെ കുറിച്ചാണ് പറയുന്നത്. സോ ഫസ്റ്റ് വൺ, പ്രൈമറി സോഴ്സസ് ആൻഡ് സെക്കൻഡറി സോഴ്സസ്. മെയിനായിട്ട് പറയുന്നതാണ് പ്രൈമറി സോഴ്സും സെക്കൻഡറി സോഴ്സും. പേരിൽ തന്നെ നമുക്കുണ്ട്. പ്രൈമറി സോഴ്സസ് എന്ന് പറയുന്നത് ദീസ് ആർ ഒറിജിനൽ സോഴ്സ് ഫ്രം വിച്ച് ദ റിസർച്ചർ ഡയറക്ട്ലി കളക്ട്സ് ഡാറ്റ ദാറ്റ് ദേ ഹാവ് ബീൻ പ്രീവിയസ്ലി നോട്ട് കളക്റ്റഡ് അല്ലേ. അതായത് നമ്മൾ മുന്നേ കൂട്ടി കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളതല്ലാതെ റിസർച്ചർ ഡയറക്റ്റായിട്ട് ആരിൽ നിന്നെങ്കിലും എന്തെങ്കിലും ഡാറ്റ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതാണ് പ്രൈമറി സോഴ്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സെക്കൻഡറി സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്?
വിച്ച് ഹാസ് ആൾറെഡി പബ്ലിഷ്ഡ് ഓർ കമ്പൈൽഡ് ഫോർ അനദർ പർപ്പസ് ഓഫ് സ്റ്റഡി. വേറെ ഏതെങ്കിലും സ്റ്റഡിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് എന്തെങ്കിലും പർപ്പസിന് വേണ്ടിയിട്ട് സ്റ്റഡി ചെയ്ത് വെച്ചിട്ടുള്ള ഡാറ്റേനെ നമ്മൾ എന്തായിട്ട് എടുക്കുക, നമ്മുടെ ഡാറ്റയ്ക്ക് എടുക്കുക. അതാണ് പ്രൈമറി സോഴ്സും സെക്കൻഡറി സോഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ വരുന്നുണ്ട് അതർ ക്ലാസിഫിക്കേഷൻ. അക്കോർഡിംഗ് ടു പൗലിൻ വി യങ്, ദ സോഴ്സസ് ഇൻഫർമേഷൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ടു നെയിം ഡോക്യുമെൻ്ററി സോഴ്സും ഫീൽഡ് സോഴ്സും. വീണ്ടും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പൗലിൻ വി യങ്ങിൻ്റെ അഭിപ്രായത്തിൽ ഡോക്യുമെൻ്ററി സോഴ്സ് എന്നും അതുപോലെ തന്നെ പേഴ്സണൽ സോഴ്സ് എന്നും പറയും. പിന്നെ അതിലൊന്നും കൂടി വരുന്നതാണ് ലൈബ്രറി സോഴ്സ്. ഡോക്യുമെൻ്ററി സോഴ്സ്, പേഴ്സണൽ സോഴ്സ്, ലൈബ്രറി സോഴ്സ്. എന്താണ് ഇനി ഡോക്യുമെൻ്ററി സോഴ്സ്? ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഡോക്യുമെൻ്ററി സോഴ്സ്. ഡോക്യുമെൻ്ററി സോഴ്സ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഡോക്യുമെൻറ്റ്സ് ആണ്. ഇൻഡിവിജ്വൽ ഡോക്യുമെൻറ്റ്സ്, അതുപോലെ ഇൻഡിവിജ്വൽ ഡോക്യുമെൻറ്റ്സിൽ വരുന്നതാണ് ലൈഫ് ഹിസ്റ്ററി, ഡയറി, ലെറ്റേഴ്സ്, മെമ്മറി. ഇൻഡിവിജ്വൽ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ദീസ് ആർ ദ ഡോക്യുമെൻറ്റ്സ് വിച്ച് റെക്കോർഡഡ് ബൈ ഇൻഡിവിജ്വൽസ്. നമ്മൾ ഇൻഡിവിജ്വൽസ് തന്നെ റെക്കോർഡ് ചെയ്യുന്ന ഡാറ്റകൾ. അത് പേഴ്സണൽ റെക്കോർഡുകളാണ്. അദ്ദേഹത്തിൻ്റെ തോട്ട്സ്, വ്യൂസ്, പ്രോബ്ലംസ് അതൊക്കെ അദ്ദേഹം രേഖപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക, ഇൻഡിവിജ്വൽ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുക. കുറേ ഇൻഡിവിജ്വൽ ഡോക്യുമെൻറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. പ്രധാനമായിട്ട് 4 പറയുന്നത്. അതിലൊന്ന് ലൈഫ് ഹിസ്റ്ററി, അല്ലേ. ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ കൈൻഡ്സ് ഓഫ് ബയോഗ്രാഫിക്കൽ ഇൻഫർമേഷൻ. ബയോഗ്രാഫിക്കൽ ഇൻഫർമേഷനാണ് ഇതിൽ മൊത്തമായിട്ട് കാണുന്നത്. അതൊരു ഓട്ടോബയോഗ്രഫി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ദ നെക്സ്റ്റ് വൺ ഈസ് ഡയറി. ഡയറി എന്ന് പറയുന്നത് നമ്പർ ഓഫ് പീപ്പിൾ കീപ് ഡയറീസ്, അല്ലേ. നമ്മൾ സാധാരണയായിട്ട് എഴുതുന്ന പല ഇവൻറ്റുകൾ, ഡേറ്റ് സ്പെഷ്യലുകൾ, ഫീലിങ്സ്, റിയാക്ഷൻസ് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡയറികൾ എഴുതുന്നു. ചില ഡയറികൾ പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നു, പബ്ലിഷ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ലെറ്റേഴ്സ്. അതൊക്കെ എന്താണ്, ഇൻഡിവിജ്വൽ ഡോക്യുമെൻറ്റ്സ് ആണ്. ലെറ്റേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് ഇൻറ്റിമേഷൻ അബൌട്ട് ദ സ്റ്റാൻഡ്സ് ടേക്കൺ ബൈ ദ കൺസേൺ ഇൻഡിവിജ്വൽ റിലേറ്റ് ടു ദ പ്രോബ്ലംസ്. പല രീതിയിലുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യുമ്പോൾ നമ്മളുടെ ഇൻറ്റിമേറ്റ് ആയ ആളുകൾക്ക് പല രീതിയിലുള്ള ലെറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുക. ഒരു പവർഫുൾ ആൻഡ് യൂസ്ഫുൾ മെറ്റീരിയലാണ് ഫോർ സം സോഷ്യൽ പ്രോബ്ലംസ്. ചില സോഷ്യൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു എന്താ പറയുക മെറ്റീരിയൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും, റെലവൻ്റ് ആയിട്ടുള്ള. സോ ദ ഫോർത്ത് വൺ ഈസ് മെമ്മറീസ്, അല്ലേ. സർട്ടൻ പീപ്പിൾ വിൽ റൈറ്റ് ദർ മെമ്മറീസ് കൺസേൺ വിത്ത് സർട്ടൻ ഇവൻറ്റ്സ്. ചില ആളുകൾ ചില ഇവൻറ്റ്സിനെ ഓർത്തെടുത്തിട്ട് എന്ത് ചെയ്യുന്നു, അവർ റൈറ്റ് ചെയ്യുന്നു. അതാണ് മെമ്മറീസ്. അപ്പോൾ ഇതാണ് എന്ത്, ഇൻഡിവിജ്വൽ ഡോക്യുമെൻറ്റ്സ്. ഏതൊക്കെയാണ് എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട് ഈ ഏരിയകൾ: ലൈഫ് ഹിസ്റ്ററി, ഡയറി, ലെറ്റേഴ്സ്, മെമ്മറീസ്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ വരുന്നു പബ്ലിക് ഡോക്യുമെൻറ്റ്സ്. പബ്ലിക് ഡോക്യുമെൻറ്റ്സിൽ പ്രധാനമായിട്ടും വരുന്ന കാര്യങ്ങളാണ് പബ്ലിക് റെക്കോർഡുകളും അൺപബ്ലിഷ്ഡ് റെക്കോർഡുകളും. ഇനി എന്തൊക്കെയാണ് ഈ പബ്ലിക് റെക്കോർഡ്സ് എന്ന് പറയുന്നത്? പബ്ലിക് റെക്കോർഡിൽ വരുന്നതാണ് നമ്മുടെ ന്യൂസ് പേപ്പറുകൾ, അതുപോലെ ജേർണൽസ് ആൻഡ് മാഗസിൻസ്, പബ്ലിക് റെക്കോർഡ്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻറ്റ്, അതർ സോഴ്സുകളൊക്കെ, അല്ലേ. ന്യൂസ് പേപ്പർ നമുക്കറിയാം, പല രീതിയിലുള്ള റിപ്പോർട്ടുകളും വേരിയസ് എസ്സേകളും ലെറ്ററുകളും ഒക്കെ വരുന്നതാണ് ന്യൂസ് പേപ്പർ. പിന്നെ ജേർണൽസ് ആൻഡ് മാഗസിൻസ്, ഇമ്പോർട്ടൻറ്റ് സോഴ്സ്, ഇൻഫർമേഷൻ ഇമ്പോർട്ടൻറ്റ് സോഴ്സാണ് ജേർണൽസ് ആൻഡ് മാഗസിൻസ്. ജേർണൽസ് മാഗസിൻ എന്താണെന്നൊന്നും പറയുന്നില്ല. പിന്നെ വരുന്നതാണ് പബ്ലിക് റെക്കോർഡുകളും പബ്ലിക് സ്റ്റാറ്റിസ്റ്റിക്സുകളും. അതായത് ഒരു ഡാറ്റയുടെ മോസ്റ്റ് റിലയബിൾ സോഴ്സാണ് റിപ്പോർട്ട് ആൻഡ് അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ടുകൾ പല അതോറിറ്റികളും പബ്ലിഷ് ചെയ്തത്, പേപ്പറുകൾ പബ്ലിഷ് ചെയ്തതെല്ലാം നമുക്ക് എന്തിൽ വരും, ഈ പബ്ലിക് റെക്കോർഡ്സിൽ വരും. പിന്നെ ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻറ്റ്സ്. ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ പല സ്ക്രിപ്റ്റ്സ്, പാംലീവ്സ്, കോപ്പർ പ്ലേറ്റുകൾ, സ്റ്റോൺ ഇൻക്രിപ്ഷൻസ്, അതിലൊക്കെ വരുന്ന പല രീതിയിലുള്ള ഡോക്യുമെൻറ്റ്സുകൾ. സോ അതർ സോഴ്സിൽ വരുന്നതാണ് ഫിലിം, ടെലിവിഷൻ, റേഡിയോ അതിൻ്റെ പബ്ലിക് സ്പീച്ചേഴ്സ്, അതൊക്കെ നമുക്ക് അതർ സോഴ്സിൽ വരാം. ഇത്തരത്തിൽ പല രീതിയിലുള്ള പബ്ലിക് ഡോക്യുമെൻറ്റ്സുകളും പബ്ലിഷ്ഡ് റെക്കോർഡുകളും വരുന്നുണ്ട്. ഇനി അൺപബ്ലിഷ്ഡ് ഡോക്യുമെൻറ്റ്സ്. അൺപബ്ലിഷ്ഡ് റെക്കോർഡ്സ് അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഡീൽ വിത്ത് ദ മാറ്റേഴ്സ് റിലേറ്റഡ് വിത്ത് ദ പബ്ലിക് ഇൻട്രസ്റ്റ്. പബ്ലിക് ഇൻട്രസ്റ്റിന് ഡീൽ ചെയ്യുന്ന കാര്യങ്ങളാണ് അതിൽ വരിക. അതായത് മീറ്റിങ്ങിൻ്റെ പ്രൊസീഡിങ് മീറ്റിംഗ്, നോട്ടീസ് ഓഫ് ഫയൽസ്, അതൊക്കെയാണ് അൺപബ്ലിഷ്ഡ് റെക്കോർഡ്സിൽ വരുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് മെറിറ്റ്സ്? നമുക്ക് തന്നെ പറയാൻ പറ്റും. വാട്ട് ആർ ദ മെറിറ്റ്സ് ഓഫ്
സെക്കൻഡറി ഡാറ്റ. മെറിറ്റ്സ് സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത് ടോട്ടൽ സിറ്റുവേഷൻ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സോഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ പറയാം. സെക്കൻഡറി ഡാറ്റേനെ പറയും. ഇത് അവൈലബിൾ ആയിട്ടുള്ള പല സോഴ്സുകളും ഇന്ന് നിലവിലുണ്ട്. ഇതൊരു സിഗ്നിഫിക്കൻറ്റ് റോളാണ് ഓരോ പ്രൊജക്റ്റിലും ഇത് കാണിക്കുന്നത്, ഈ ഒരു സെക്കൻഡറി സോഴ്സ്. പിന്നെ പറയുന്നതാണ് സെക്കൻഡറി ഇൻഫർമേഷൻ എന്ന് പറയുന്നതാണ് വേരിയസ് സോഴ്സസ് മേ ബി ഹെൽപ്ഫുൾ ടു ദ റിസർച്ചർ ടു ഫോർമുലേറ്റ് ദ ഹൈപ്പോത്തസിസ് വിച്ച് ഈസ് നെസസറി ഫോർ സ്റ്റഡി. നമ്മളുടെ സ്റ്റഡിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള ഡാറ്റകളും സെക്കൻഡറിയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ആൾസോ യൂസ്ഫുൾ ഫോർ ഫോർമുലേറ്റിംഗ് ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യാനും ഈ സെക്കൻഡറി സോഴ്സ് ഹെൽപ്ഫുൾ ആണ്. അതുപോലെ തന്നെ ഇത് ആൾസോ പ്രൊവൈഡ് കോംപ്ലിമെൻ്ററി ഇൻഫർമേഷൻ ടു ദ റിസർച്ചർക്ക് കോംപ്ലിമെൻ്ററി ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലിമിറ്റേഷൻസ് ഓഫ് സെക്കൻഡറി ഡാറ്റ. സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത് നമുക്കറിയാം ഓൾറെഡി കളക്റ്റഡ് ഇൻഫർമേഷനാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്കതിൻ്റെ ഒരു എന്താ പറയുക ക്ലാരിറ്റി നമുക്ക് ഫുള്ളായിട്ട് നമുക്കതിനെ വിശ്വസിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. കാരണം അവർ അവരുടേതായ രീതിയിൽ അവരുടേതായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് കളക്ട് ചെയ്തതാണ്. ഒരുപക്ഷെ അത് നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ ചിലപ്പോൾ അവൈലബിലിറ്റി ഓഫ് ഡാറ്റ മേ നോട്ട് ബി ആസ് നമ്മൾ വിചാരിച്ചത്ര ആക്യുറസി ഉണ്ടായിക്കൊള്ളുന്ന നിർബന്ധം എന്തിനില്ല, സെക്കൻഡറി ഡാറ്റയ്ക്ക് ഇല്ല. അതുപോലെ അപ് ടു ഡേറ്റ് ആയിക്കൊള്ളുന്നില്ല, നോട്ട് അപ് ടു ഡേറ്റ്. അതുപോലെ വേറബോട്ട്സ് ഓഫ് സോഴ്സസ് മേ നോട്ട് ബി അവൈലബിൾ. ചില സയൻറ്റിസ്റ്റുകൾ അതിൻ്റെ വേറബോട്ട്സ് ഒന്നും പറയാത്തത് കൊണ്ട് തന്നെ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ സാധിക്കില്ല. ഓക്കെ, ഇത്രയാണ് സെക്കൻഡറി ഡാറ്റയുടെ മെറിറ്റ്സും ഡിമെറിറ്റ്സും പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടോപ്പിക്കാണ് പ്രിക്കോഷൻസ് ടു ബി ടേക്കൺ ബൈ ദ റിസർച്ചർ വൈൽ യൂസിങ് സെക്കൻഡറി ഡാറ്റ. ഒരു സെക്കൻഡറി ഡാറ്റ ഒരു റിസർച്ചർ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ രീതിയിലുള്ള പ്രിക്കോഷൻസാണ് എടുക്കേണ്ടത്, മുൻകരുതലുകളാണ് എടുക്കേണ്ടത്, അതിനെക്കുറിച്ചാണ് നമുക്കിനി നെക്സ്റ്റ് ടോപ്പിക്കിൽ പറയുന്നത്. അപ്പോൾ ഒരു റിസർച്ചർ വളരെ കെയർഫുള്ളായിരിക്കണം സെക്കൻഡറി ഡാറ്റ എടുത്ത് നമ്മളൊരു റിസർച്ച് നടത്തുമ്പോൾ. കാരണം എപ്പോഴും നമ്മൾ സ്റ്റഡിക്ക് സെക്കൻഡറി ഡാറ്റ സ്യൂട്ടബിൾ ആയിക്കൊള്ളുന്നില്ല. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മുടെ കോണ്ടെക്സ്റ്റിന് പല രീതിയിൽ ഇന്നാഡിക്കേറ്റും ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ റിസർച്ചർ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുക. സോ ഹി മസ്റ്റ് മേക്ക് എ മൈന്യൂട്ട് സ്ക്രൂട്ടിനി ഓഫ് ദ അവൈലബിൾ ഡാറ്റ. നമുക്ക് കിട്ടിയിട്ടുള്ള ഡാറ്റേനെ വളരെ നല്ല രീതിയിൽ ഒന്ന് സ്ക്രൂട്ടനൈസ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മുടെ റിസർച്ചിലേക്ക് യൂസ് ചെയ്യാനായിട്ട്. സോ നമ്മൾ സെക്കൻഡറി ഡാറ്റ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ പറയുന്നത് റിലയബിലിറ്റി. റിലയബിലിറ്റി എന്ന് പറയുന്നത് വി വാണ്ട് ടു സെലക്ട് അല്ലെങ്കിൽ വി വാണ്ട് ടു ചെക്ക് ഓർ വെരിഫൈ വെദർ ദ ഡാറ്റ ഈസ് റിലയബിൾ ഓർ ഡിപ്പെൻഡബിൾ ഫോർ ഹിസ് സ്റ്റഡി. നമ്മളുടെ സ്റ്റഡിക്ക് ഡിപ്പെൻഡബിൾ ആണോ റിലയബിൾ ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. അതായത് നമ്മളുടെ ഫൈൻഡ് ദ പേഴ്സൺ ഓർ ഫേം ഓർ ഓർഗനൈസേഷൻ ഏജൻസി ഹൂ ഏത് ആളാണ് ഈ ഒരു ഡാറ്റ കളക്ട് ചെയ്തത്, അല്ലെങ്കിൽ ഏത് പേഴ്സണാണ്, അല്ലെങ്കിൽ ഏത് ഓർഗനൈസേഷനാണ്, അല്ലെങ്കിൽ ഏത് ഏജൻസിയാണ് ഈ ഡാറ്റ കളക്ട് ചെയ്തത്. ഈ ഡാറ്റ കളക്ട് ചെയ്തതിന് എന്തെങ്കിലും വിശ്വാസ്യത ഉണ്ടോ, അല്ലെങ്കിൽ എന്ത് മെത്തേഡിലൂടെയാണ് കളക്ട് ചെയ്തത്, എപ്പോഴാണ് കളക്ട് ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മളൊരു സെക്കൻഡറി ഡാറ്റ എടുക്കാൻ. സോ ദ നെക്സ്റ്റ് സ്യൂട്ടബിലിറ്റി. സ്യൂട്ടബിലിറ്റി മീൻസ് നമ്മളുടെ എൻക്വയറിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണോ നമ്മൾ ഈ സെക്കൻഡറി ഡാറ്റയിൽ നിന്നും എടുത്തിട്ടുള്ളത്. ചിലപ്പോൾ പല രീതിയിലുള്ള പല ഡാറ്റകളും ചിലപ്പോൾ നമ്മുടെ റിസർച്ചിന് സ്യൂട്ടബിൾ ആയിക്കൊള്ളുന്ന നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റ നമ്മൾ സ്റ്റഡിക്ക് സ്യൂട്ടബിൾ ആണോ, അതുപോലെ ഈ ഒരു റിസർച്ചർ ഈ ഒരു സ്റ്റഡിക്ക് ഡീറ്റെയിൽ ആയിട്ട് സ്യൂട്ടബിൾ ആണോ നോക്കുന്നു. അതുപോലെ തന്നെ കെയർഫുള്ളായിട്ട് സ്ക്രൂട്ടനൈസ് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ ഇല്ലയോ എന്ന്. ഓക്കെ, സോ ദ ലാസ്റ്റ് വൺ ഈസ് ആഡിക്വസി അല്ലേ. വേറെ എന്ത് പ്രിക്കോഷൻ എടുക്കേണ്ടത്, ആഡിക്വസി. ആഡിക്വസി എന്ന് പറയുന്നത് ലെവൽ ഓഫ് ആക്യുറസി അച്ചീവ്ഡ് ഇൻ ഡാറ്റ ഈസ് ഇൻആഡിക്വേറ്റ്. എത്രത്തോളം ആക്യുറേറ്റ് ആയിട്ടാണ് ഈ ഒരു ഡാറ്റ സെലക്ട് ചെയ്തിട്ടുള്ളത് സെക്കൻഡറി ആയിട്ട്, അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കണം. ഈ ഷുഡ് നോട്ട് യൂസ്ഡ് ഫോർ ദ സ്റ്റഡി. നമ്മൾ ആക്യുറസി കുറവാണെങ്കിൽ നമ്മൾ ഒരിക്കലും അത് നമ്മളുടെ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. സോ ദ റിസർച്ചർ ഷുഡ് യൂസ് ഡാറ്റ ഇഫ് ഇറ്റ് ഈസ് സ്യൂട്ടബിൾ, ആഡക്വേറ്റ് ആൻഡ് റിലയബിൾ. സ്യൂട്ടബിളും ആവണം, ആഡക്വേറ്റും ആവണം, റിലയബിളും ആയെങ്കിൽ മാത്രമാണ് നമ്മൾ ഒരു സെക്കൻഡറി ഡാറ്റ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. സോ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡാറ്റ കളക്ഷനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഡാറ്റ കളക്ഷൻ അല്ലെങ്കിൽ ഡാറ്റയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു.
അതിൽ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ, പിന്നെ സെക്കൻഡറിയിൽ വരുന്നതാണ് ഇൻറ്റേർണൽ സെക്കൻഡറി ഡാറ്റയും എക്സ്റ്റേണൽ സെക്കൻഡറി ഡാറ്റയും. പിന്നെ നമ്മൾ ഒരു പ്രൈമറി സെക്കൻഡറി ഡാറ്റ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് പറഞ്ഞു. പിന്നെ ഡിഫറെൻറ്റ് സോഴ്സുകളെ കുറിച്ചാണ് പറഞ്ഞത്. പ്രൈമറി സോഴ്സും സെക്കൻഡറി സോഴ്സും. അതിൽ ഡോക്യുമെൻ്ററി സോഴ്സ് ഉണ്ട്, പേഴ്സണൽ ഉണ്ട്, ലൈബ്രറി ഉണ്ട്. പിന്നെ ഡോക്യുമെൻ്ററി സോഴ്സിൽ വരുന്നതാണ് ഇൻഡിവിജ്വൽ ലൈഫ് ഹിസ്റ്ററി, ഡയറി, ലെറ്റർ, മെമ്മറി. പബ്ലിക് ഡോക്യുമെൻറ്റ്സിനെ കുറിച്ച് പറഞ്ഞു. അൺപബ്ലിഷ്ഡ് റെക്കോർഡ്സിനെ കുറിച്ച് പറഞ്ഞു. ദെൻ നമ്മൾ മെറിറ്റ്സ്, ലിമിറ്റേഷൻ, ദെൻ പ്രിക്കോഷൻസ് ടു ബി ടേക്ക്, റിലയബിലിറ്റി, സ്യൂട്ടബിലിറ്റി, ആഡിക്വസി. അപ്പം ഞാനതിന് നോട്ട്സ് അയച്ച് തന്നിട്ടുണ്ട്. ആ നോട്ട്സ് നോക്കുക, ഈ ക്ലാസ് കേൾക്കുക, നോട്ട്സ് വായിച്ച് നോക്കുക. എന്തെങ്കിലും രീതിയിലുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.